മലപ്പുറം കാളികാവിൽ വീണ്ടും കടുവയുടെ ആക്രമണം. കാളികാവ് പുല്ലങ്ങോട് എസ്റ്റേറ്റിലാണ് പകൽ 11:45 മേക്കാൻ വിട്ടിരുന്ന വളർത്തു പശുവിന് നേരെ കടുവയുടെ ആക്രമണമുണ്ടായത്. പശുവിന്റെ കഴുത്തിൽ രണ്ട് ഭാഗത്തും പരിക്ക് പറ്റിയിട്ടുണ്ട്. എസ്റ്റേറ്റ് ജീവനക്കാരൻ അബ്ദുൽ നാസർ 24 പശുക്കളെയായിരുന്നു എസ്റ്റേറ്റിന് സമീപം മേക്കാൻ വിട്ടിരുന്നത്. അദ്ദേഹത്തിന്റെ കൺമുമ്പിൽ വെച്ചായിരുന്നു കടുവയുടെ ആക്രമണം. വലിയ ആരോഗ്യമുള്ള കടുവയാണെന്നും കൂടുതൽ സമയം ശബ്ദമുണ്ടാക്കിയതിനെ തുടർന്നാണ് പശുവിനെ കടിച്ചുകൊണ്ടിരുന്ന കടുവ ഓടിപ്പോയതെന്ന് ദൃക്സാക്ഷിയായ അബ്ദുൽ നാസർ പറഞ്ഞു. ടാപ്പിംഗ് തൊഴിലാളിയെ കടിച്ചു കൊലപ്പെടുത്തിയ കടുവയെ പിടികൂടിയതോടെ കാളികാവ് കരുവാരക്കുണ്ട് മേഖലയിലെ ജനങ്ങൾ ഏറെ ആശ്വാസത്തിലായിരുന്നു. വീണ്ടും കടുവയുടെ ആക്രമണം ഉണ്ടായതോടെ പ്രദേശവാസികൾ വീണ്ടും കടുവയുടെ ഭീതിയിലാണ്. സംഭവ സ്ഥലത്ത് വനം വകുപ്പ് എത്തി ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പ്രദേശവാസികളും കടുവയെ നേരിൽ കണ്ട അബ്ദുൽ നാസറും നമുക്കൊപ്പം ചേരുന്നുണ്ട്. നമുക്ക് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാം. എങ്ങനെയാണ് നിങ്ങൾ കണ്ടത്? എവിടുന്നാണ് കണ്ടത് എന്ന് പറഞ്ഞത്? മേച്ചുകൊണ്ട് വരുന്നത് വന്ന് പിടിക്കുന്ന സൗണ്ട് കേട്ട് അതുപോലെ ആദ്യത്തെ കരച്ചിൽ ഞാൻ കേട്ടപ്പോൾ അവർ തമ്മിൽ കുത്തുവിടാന്നുള്ളതാണ് കരുതിയത്. രണ്ടാമത് പിന്നെ പടച്ചിലും ഇതൊക്കെ കേട്ടപ്പോൾ പിന്നെ ഞാൻ നേരെ കയറി ചെന്ന് നേരെ തടുത്ത് തന്നെ ഞാൻ കയറി കാരണം ഒരു ലെവല് കട്ടിങ് ഉള്ളൂ. ആ കട്ടിങ് കാരനോട് കൂടെ തന്നെ ഒരു 4 മീറ്റർ 5 മീറ്ററിൻ്റെ ഉള്ളിൽ ഇതിന് കാണുന്നത്. അതിൽ 2 കയ്യിലും പിന്നെ വടിയുണ്ട് കുത്തിപ്പിടിച്ച് നടക്കാൻ. ആ വടിയും കൊണ്ടിട്ടിട്ട് പിന്നെ വച്ചുമ്പളി ഉള്ളാക്കിട്ടും കൊണ്ട് അതിനാൾ പിന്നെ കടി വിട്ടിട്ട് ഒന്ന് വേക്കിടുന്നിട്ട് പിന്നെ എന്നെ ഒന്ന് നോക്കിയിട്ട് അപ്പോൾ ഞാൻ ഉള്ളാക്ക് നന്നായിട്ടിട്ട് വച്ചുണ്ടാക്കില്ല. പിന്നെ നേരെ പുറത്ത് പോയത്. എത്ര കടുവുണ്ടായിരുന്നു? നല്ല കടുവയാണ്. ആരോഗ്യം എന്ന് പറഞ്ഞാൽ നല്ല ആരോഗ്യമുള്ള കടുവയാണ്. ശരീരമൊക്കെ നല്ല വൃത്തിപ്പും ദിവസം വലിപ്പമുണ്ട്. ഇത് പശുവിന്റെ പുറത്തേക്ക് ചാടി കയറിക്കാനെ പിടിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഇതിന്റെ കരച്ചിൽ കേട്ടപ്പോൾ അതിന് ചെന്നപ്പോൾ അതിനെ പിടിച്ച് കടന്നിരിക്കണ്. എന്നിട്ട് അതിലാ പിന്നെ ഞാൻ തട്ട് ഇത് കാണുന്നത്. അപ്പം പിന്നെ ആ അടുത്തുനിന്ന് തന്നെ പിന്നെ ഞാൻ നിന്നിട്ട് അങ്ങോട്ട് ഒച്ചയും ഇട്ടിട്ട് നല്ല സൗണ്ട് ഇട്ടിട്ട് 2 കയ്യിൽ വടിയും ആ പൊക്കിയിട്ട് ഒച്ചുണ്ടാക്കി വാർത്ത് ആ നല്ല ഒച്ചുണ്ടാക്കിയിലാണ് പിന്നെ അത് വിട്ടു പോണത്. ഭീതി എന്ന് പറഞ്ഞാൽ ഭീതി ഉണ്ടെങ്കിൽ കൂടെ തന്നെ പൊതുവെ കൂടെ നടക്കണത്. പക്ഷേ വെച്ചാൽ നമ്മൾ ഈ മൃഗങ്ങൾ ഉണ്ടാവുള്ള ഒരു പ്രദേശത്ത് വെക്കും. പക്ഷെ അന്നൊന്നും ഇപ്പോൾ ടാപ്പിംഗ് തൊഴിലാളികളൊക്കെ എപ്പോഴും പോകണം. അത്രയും താഴത്ത് വരുന്ന കയറി കുളർക്കില്ല. ഒന്നുകൂടി മുകൾക്ക് പോകുമ്പോഴൊക്കെ കൂടുതലും പ്രതീക്ഷിക്കല്. ഇതിപ്പോൾ റോഡിന്റെ വക്കന്നെ ആയതുകൊണ്ട് ജനങ്ങളെപ്പോഴും അന്ന് ടാപ്പിംഗുകാർ എപ്പോഴും പോണ വഴിയാണ്. അതിൻ്റെ തൊട്ടടുത്ത് ഒരു 10-20 മീറ്ററിൻ്റെ അകലുള്ളൂ ഈ റോഡും പോയിട്ട്. അവിടെ നിന്നാണ് പിടിക്കണത്. പേടിക്കുക പറഞ്ഞാൽ ഇതിനെ കൊണ്ടുള്ള ബുദ്ധിമുട്ട് ടാപ്പിങ്ങിന് സമാധാനത്തിൽ പോകാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് അല്ല ഞാൻ പശുവിനെ മേക്കാനായിട്ട് പോകണ ആളാണ്. തൊഴിലാളികളെ പശുക്കളെ നോക്കാൻ തൊഴിലാളി കമ്പനി തന്നെ നമുക്ക് ശമ്പളം തരുന്നത്. എൻ്റെ പേരോ ഇതൊരു സംസ്കൃതി സംഭവിച്ച ഈ പശുവിനെ കടുവ കടിച്ചത്. അപ്പോൾ ഇവിടെ എസ്റ്റേറ്റിലെ പശുക്കളൊന്നും അവർ കൂട്ടായിട്ട് പോണതാണ്. ഒരു മേക്കേണ്ട ആളൊപ്പം ഉണ്ട്. അയാൾ ഒച്ചയിട്ടിട്ട് പിന്നെ ഇട്ട് പോഞ്ഞിക്കാണ്. ഇതിവിടെ രാവിലെ ടാപ്പിങ്ങിന് പോണ ഒരുപാട് തൊഴിലാളികളുണ്ട് ഇവിടെ. അവർക്കൊക്കെ നല്ലൊരു ഭീഷണിയാണ്. ഇത് ഇവർ ഈ ഫോറസ്റ്റുകാരോട് പറഞ്ഞ പോലൊന്നും അപ്പം വന്ന് നോക്കി പോകാന്നല്ലാതെ വേറൊരു നടപടി ഇതിൻ്റെ പേരിലുണ്ട്. അതുപോലെ വന്നുകാണ്ട് അത് അങ്ങനെ അങ്ങനെ പറഞ്ഞു പോയിട്ട് കാര്യമല്ല. അതുപോലെ വന്നൊരു പടക്കം പൊട്ടിച്ചും ആ കയറി പോയിക്കിട്ടൊന്നും പറയും പോലെ പോകും. ഇത് പിറ്റിയൊന്നും ടാപ്പിംഗുകാർ ജോലിക്കാരനാണ് ഇതിന് പോവാണ്. അപ്പോൾ നല്ലൊരു ടാപ്പിംഗുകാരൻ ഇപ്പോൾ ജോലിക്ക് പോകുന്നവർക്ക് നല്ലൊരു ഭീഷണിയാണ് ഇപ്പോൾ അത്. അപ്പോൾ ഇതിനെന്തെങ്കിലും ഒരു തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാവണം എന്നില്ലാണ് ഇപ്പോൾ നമുക്ക് പറയാല്ലേ. അത്ര അതന്നെ ഇപ്പോൾ ഇതിൽ പറയാല്ലേ. ഈ പശുവിനെ കറന്നങ്ങാണ്ടാണ് ഇപ്പോൾ കൂടുതൽ ജീവിതമൊക്കെ മുന്നോട്ട് പോകുന്നത്. ഇതിന് കടുവ കടിച്ചാൽ നശിച്ചു പോയി. ഇതിപ്പോൾ ആരൊക്കെ കറക്കാൻ തന്നെ കിട്ടുമോ അറിയില്ല. അങ്ങനെയൊക്കെയാണ്. പിന്നെ കടുവ ശല്യം കൊണ്ട് പുറത്തേക്ക് ഇറങ്ങാനും വയ്യ, ജോലിക്ക് പോകാനും വയ്യ. ഞങ്ങൾക്ക് ഇതിനൊരു പരിഹാരം പെട്ടെന്ന് കണ്ടെത്തണം. അല്ലാതെ ഞങ്ങൾക്ക് ഒരു മാർഗമല്ല. ഞങ്ങൾ പശുവിനെ കറന്നങ്ങാണ്ടാണ് ഇപ്പോൾ ജീവിതം മുന്നോട്ട് പോണത്. നമ്മുടെ നാടിന്റെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി ഉടനെ വീണ്ടും കാണാം.